അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആരോപിക്കുന്ന ഒരാരോപണമാണ് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, അവൾ സുരക്ഷിതയല്ല, അവൾ പീഡിപ്പിക്കപ്പെടുകയാണ് എന്നീ രൂപത്തിലുള്ള ആരോപണങ്ങൾ. ഈ നിലക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴെല്ലാം മുസ്ലിം പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അത്തരം വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായ നിലക്ക് മറുപടിയും പറയാറുണ്ട്. ഇസ്ലാമിൽ ഒരു സ്ത്രീ ജനിക്കുന്നത് മുതൽ മരണം വരെ അവൾ ഏതൊക്കെ പദവികൾ അലങ്കരിക്കുകയാണെങ്കിലും അവിടെയെല്ലാം അവൾ സുരക്ഷിതയാണ് എന്ന് മാത്രമല്ല ആദരിക്കപ്പെട്ടവളുമാണ്. അത് പഠിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതാണെങ്കിലും ഈ നിലയ്ക്ക് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായ നിലയ്ക്ക് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. സിനിമ ലോകത്ത് നടക്കുന്ന ലിംഗ അസമത്വങ്ങളെയും അതേപോലെ തന്നെ അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെയും ഒക്കെ കുറിച്ച് പഠിക്കാൻ സർക്കാർ തന്നെ ഒരു കമ്മീഷനെ നിയമിക്കുകയായിരുന്നു. ആ കമ്മീഷൻ ഇപ്പോൾ അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. നമുക്കറിയാം സഹോദരങ്ങളെ, 2017 കേരളത്തിൽ ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആ മേഖലയിൽ നടക്കുന്ന അസമത്വങ്ങളെക്കുറിച്ച്, ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച്, അതിക്രമണങ്ങളെക്കുറിച്ച്, പുരുഷ മേധാവിത്വത്തെക്കുറിച്ച് ഒക്കെ പഠിക്കാനും കൃത്യമായി ആ നിലയ്ക്കൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാനും വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുകയായിരുന്നു. ആ കമ്മീഷനാണ് ഹേമ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിരമിച്ച ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ 3 അംഗ സമിതി. അവർ വിശദമായ നിലക്ക് ആ മേഖലയെ സംബന്ധിച്ച് പഠനം നടത്തി, പലരുമായും ബന്ധപ്പെട്ടു. അങ്ങനെ വിശദമായ ഒരു റിപ്പോർട്ട് 2019 അവർ സമർപ്പിച്ചു. എന്നാൽ പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സ്വകാര്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ തടഞ്ഞു വെക്കുകയായിരുന്നു. ഇപ്പോൾ ആ കമ്മിറ്റി അന്ന് നടത്തിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ ചൂടുപിടിച്ച ചർച്ചയാണ് മീഡിയകളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് അതിൻ്റെ തുടക്കം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നക്ഷത്രങ്ങൾക്ക് തിളക്കമില്ല, ചന്ദ്രന് ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത്. അതായത്, നിങ്ങൾ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല ജനങ്ങളെ. നിങ്ങൾ വളരെ താരപരിവേഷത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന പലരും അവരുടെ ജീവിതത്തിൽ വളരെ മോശമായ നിലക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ ഒട്ടും ശരിയല്ല എന്ന നിലക്കുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ. ആ റിപ്പോർട്ട് എടുത്തു പരിശോധിച്ചാൽ അതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: ലൈംഗികമായ അതിക്രമണങ്ങൾ വ്യാപകമായ രൂപത്തിൽ തന്നെ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട്. ലൈംഗികമായ ചൂഷണങ്ങൾക്ക് പല സ്ത്രീകളും വിധേയമാക്കപ്പെടുന്നു. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടില്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കടുത്ത ലിംഗ അനീതി അവിടെ നടക്കുന്നു, ലിംഗ അസമത്വങ്ങൾ നടക്കുന്നു, ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും അടക്കം ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാ നിലക്കുള്ള അവസരങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പലരും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നു. ഈ നിലക്കുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയുന്ന പഠന റിപ്പോർട്ട്. പലരും സിനിമയിലെത്തുന്നത് സമ്പത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ്. ഇതാഗ്രഹിക്കുന്ന മനുഷ്യൻ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാകുകയാണ്. പലരും മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടെ അവരുടെ സമ്മതപ്രകാരം തന്നെ ഇത്തരം തിന്മകൾക്ക്, തോന്നിവാസങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നുവെന്ന ഞെട്ടിക്കുന്ന, നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന നിലക്കുള്ള വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വ്യാപകമായ നിലക്ക് ലഹരി ഉപയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
കലയുടെ പേരും പറഞ്ഞ് സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ധാർമ്മികതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ, അതിനെതിരെ ശബ്ദിക്കുന്നവരോട് അവർ പറയും, നിങ്ങളുടെ കണ്ണുകൾക്കാണ് കുഴപ്പം, ഇതൊക്കെ കലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഈ ആളുകൾ അവിടെ നിന്ന് ഇതാ നാറുന്ന കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണ് തുറക്കേണ്ട സന്ദർഭമാണിത്. നോക്കൂ നിങ്ങൾ, എല്ലാ സ്വാതന്ത്ര്യ ചിന്തകളും വേണം എന്ന് ആവശ്യപ്പെടുന്നിടത്ത് പുരുഷ മേധാവിത്വമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ത്രീകൾ അവിടെ സുരക്ഷിതരല്ല എന്ന വാർത്തയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കുകയാണ്. സ്ത്രീയും പുരുഷനും ഇഷ്ടം പോലെ അവരിഷ്ടമുള്ളതൊക്കെ ചെയ്യുകയാണ്. ആ ലോകത്ത് നിന്നാണ് പുരുഷ മേധാവിത്വത്തിൻ്റെ, സ്ത്രീകൾ അതിക്രമത്തിന് വിധേയമാകുന്ന ലൈംഗിക ചൂഷണത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഇനി എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ളത്? അല്ലേ? എല്ലാ സർവ്വസ്വാതന്ത്ര്യവും പറയുന്നിടത്തു നിന്നാണല്ലോ ഇത് കേൾക്കുന്നത്. ആ പലരിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. പല കമ്മിറ്റിയിലും പലർക്കും ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു. പലരെ സംബന്ധിച്ചും ഇത് നാറുന്ന കഥകളാണ് ഇന്നും ഇന്നലെയുമൊക്കെ പലരും മീഡിയകളിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് നാളെ അപമാനിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ നിലക്ക് ഉള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിനെ കുതിര കയറുന്ന, സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന, കൃത്യമായി പഠിക്കാതെ ഈ മതത്തിനെതിരെ കുതിര കയറുന്ന ആളുകൾ അവരുടെ കണ്ണ് തുറക്കേണ്ട സന്ദർഭമാണിത്. എവിടെയാണ് ഇനി സ്ത്രീക്ക് സുരക്ഷയുള്ളത്? അതെ, ഇസ്ലാം പറയുന്നു, ഇസ്ലാമിൽ ഒരു പെണ്ണ് സുരക്ഷിതയാണ്, അവൾ ആദരിക്കപ്പെട്ടവളാണ്, അവൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇസ്ലാം നൽകുന്നു. അതെ, ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ ഈ ദൈവീക നിർദ്ദേശങ്ങൾക്ക്, ദൈവീകമായ ഈ സന്ദേശങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേക്ക് വെളിച്ചം വീശുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ വളരെ പ്രധാനമായ 5 കാര്യങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ് ഈ മതം. ഏതാണ് ഈ 5 കാര്യങ്ങൾ? ഒരാളുടെ ശരീരം, അതിന് സംരക്ഷണം നൽകുന്നു ഇസ്ലാം. ഒരാളുടെ അഭിമാനം, അയാളുടെ സമ്പത്ത്, അയാളുടെ ബുദ്ധി, അയാളുടെ വിശ്വാസം, ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. അതൊരു നിലക്കും പിച്ചു ചീന്തപ്പെട്ടുകൂടാ. അതിനെതിരിൽ ഒരു നിലക്കുമുള്ള അതിക്രമണങ്ങൾ ഉണ്ടായിക്കൂടാ. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ സമ്പത്ത് പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം, സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ മുതലാണ് ഈ മതം ഈ രംഗത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ കേവലം ഒരു ഉപഭോഗ വസ്തുവല്ല, അവരുടെ ശരീരത്തെ ആസ്വദിക്കാനുള്ള ഒരു വസ്തു മാത്രമല്ല, മറിച്ച് ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമേതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത് ഒരു നല്ല സ്ത്രീയാണ് ഈ ഭൗതിക ലോകത്തെ ഏറ്റവും നല്ല വിഭവം എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവളുടെ പ്രത്യേകതയും അവളുടെ ആദരവിനെയും ഇസ്ലാം പറയുകയാണ്. എന്നാൽ സിനിമയിലും അതേപോലെ മറ്റുമൊക്കെ സ്ത്രീകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവരുടെ ശരീരം വിൽക്കണം, അവരുടെ സൗന്ദര്യം വിറ്റുകൊണ്ട് കാശുണ്ടാക്കണം. സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുകയാണ്, ഇല്ലേ? സ്ത്രീയുടെ ശബ്ദമില്ലെങ്കിൽ, ശരീരമില്ലെങ്കിൽ സിനിമയില്ല, അതേപോലെ ചാനലുകളില്ല, പത്രത്തിന് സർക്കുലേഷൻ ഇല്ല, റേഡിയോ സ്റ്റേഷനുകളില്ല, ഇല്ലേ? അവിടെയല്ലേ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത്? ഇസ്ലാമിൽ സ്ത്രീക്ക് ആദരവാണ് നൽകുന്നത്. ഇസ്ലാം പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് ഇന്ന നിസാ ശഖായിഖു റിജാൽ, പുരുഷന്റെ പകുതിയാണ്, ഒരു സമൂഹത്തിൻ്റെ പകുതിയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം ആരംഭിക്കുന്നത് തന്നെ അവിടെ പറയുന്നത് സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, ഒരേ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. അതെ, അതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചത് എന്നാണ്. എവിടെയും ആദരവ്, അവൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകി. പുരുഷനെ പോലെ വേണമെങ്കിൽ അവൾക്ക് പള്ളിയിൽ പോകാം, പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ അടുത്ത് പോയി ഹജ്ജും ഉംറയും ചെയ്യാൻ അവസരമുണ്ട്. യുദ്ധരംഗത്ത് പോലും സ്ത്രീ അവളുടെ സേവനം നിർവഹിച്ചതായി ചരിത്രത്തിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. എവിടെയും ആദരവിൻ്റെ, അവൾ അലങ്കരിക്കുന്ന ഏത് പദവിയിലും ഉമ്മയാണോ ആദരിക്കപ്പെട്ടവളാണ്, പെങ്ങളാണോ ആദരിക്കപ്പെട്ടവളാണ്, മകളാണോ ആദരിക്കപ്പെട്ടവളാണ്, ഭാര്യയാണോ ആദരിക്കപ്പെട്ടവളാണ്. ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ അവളോട് പെരുമാറാനാണ് ഇസ്ലാം ഭർത്താക്കന്മാരോട് പോലും പറയുന്നത്. ഇനി പെൺമക്കളാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനാണ് ഇസ്ലാം പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചക വചനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ സ്ത്രീയുമായി ബന്ധപ്പെട്ടൊരു വചനം നിങ്ങൾ കേട്ടു നോക്കൂ. മൻ ആല സലാസ ബനാത്തിൻ,
ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ട്, വഅദ്ദബഹുന്ന വഅഹ്സന ഇലൈഹിന്ന, എന്നിട്ട് അവർക്ക് മര്യാദ പഠിപ്പിച്ചു, വിജ്ഞാനം നൽകി, അതേപോലെ അവർക്ക് നന്മകൾ ചെയ്തു കൊടുത്തു, അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ കുന്നലഹു സിത്റം മിനന്നാർ, നാളെ പാരത്രിക ലോകത്ത് ആ മക്കൾ കാരണം നരകത്തിൽ നിന്ന് അയാൾക്കതൊരു മറയായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പെൺമക്കളുടെ വിഷയത്തിലാണ് അത് പറഞ്ഞത്. അത്രയും ആദരവും ബഹുമതിയുമാണ് നൽകിയത്. അവൾക്ക് ഏത് മേഖലയിലും സുരക്ഷിതത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ഒരു നിലക്കും അവൾ പിച്ചു ചീന്തപ്പെട്ടുകൂടാ, ലൈംഗികമായ അതിക്രമത്തിന് വിധേയമായിക്കൂടാ. നിങ്ങൾ നോക്കൂ, ഈ മേഖലയിൽ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടി ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അവളുടെ വസ്ത്രമാണ്, അവളുടെ ശരീരം. അത് കാമവെറിയന്മാർക്ക് മാന്തി വലിക്കാനുള്ളതല്ല, പിച്ചു ചീന്താനുള്ളതല്ല, ലൈംഗിക അതിക്രമത്തിന് വിധേയമാകാനുള്ളവളല്ല അവൾ. അവളുടെ ശരീരം പവിത്രമാണ്. അതുകൊണ്ട് അത് അവളെ വിഹിതമായ മാർഗത്തിൽ വിവാഹം ചെയ്ത ഭർത്താവിന് മാത്രം അനുവദിക്കപ്പെട്ടതാണ്, ബാക്കിയുള്ളവർക്ക് അത് അനുവദിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് അവളുടെ ശരീരം അവളത് മറക്കണം. അതാണ് അവൾക്ക് സുരക്ഷ. അവൾ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള മാർഗം അതാണ്. എത്ര ശ്രദ്ധേയമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ രംഗത്തുള്ള നിർദ്ദേശങ്ങൾ. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹൻ നബിയു, ഓ നബിയെ, ഖുല്ലി അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരോട് പറയണം, വബനാതിക്, അങ്ങയുടെ പെൺമക്കളോട് പറയണം, വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഭാര്യമാരോട് പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ശരീരം മുഴുവനും മറക്കുന്ന അവരുടെ ഹിജാബ് അവരുടെ ശരീരത്തിൽ അവർ താഴ്ത്തിയിടട്ടെ, ശരീരം മറക്കട്ടെ. എന്താ അങ്ങനെ മറച്ചാൽ കിട്ടുന്ന നേട്ടം? ദാലിക അദ്ന അൻ യുഅറഫിന, അവർ തിരിച്ചറിയാൻ വേണ്ടിയാണത്. മാത്രമല്ല ഫലാ യുദൈൻ, അവർ അതിക്രമത്തിന് വിധേയരാകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ നിയമം അവതരിപ്പിച്ചത്. അത് പെണ്ണ് മാന്യമായ വസ്ത്രം ധരിക്കണം, ശരീരം മറക്കണം. അവളുടെ വസ്ത്രധാരണം കണ്ടാൽ തന്നെ മനസ്സിലാക്കണം അവൾ അഴിഞ്ഞാട്ടക്കാരിയല്ല, എൻ്റെ ഉദ്ദേശത്തിന് അവളെ കിട്ടില്ല എന്ന്. ഇത്തരം ചിന്തകൾ വെച്ച് നടക്കുന്ന ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ വസ്ത്രധാരണം കണ്ടാൽ തന്നെ മനസ്സിലാക്കണം എന്ത്, അത് ആ തോന്നിവാസത്തിന് അവളെ കിട്ടൂലെന്ന്. ഇതാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ സിനിമാ ലോകത്ത് നടക്കുന്നത് എന്താണ്? സിനിമയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന വസ്ത്രത്തിൻ്റെ കോലം നമ്മൾ കാണുന്നില്ലേ? അതേപോലെ തന്നെയാണ് അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവരുടെ വസ്ത്രധാരണവും അവരുടെ ഇടപെടലുകളും അവരുടെ സമീപനങ്ങളും ഒക്കെയാണ് അതിക്രമങ്ങൾക്ക് വഴിവെക്കുന്നത്. ഈ നിലക്കുള്ള ചിന്തയുള്ള ആളുകൾക്ക് സഹായകമാകുന്നത് അങ്ങനെയാണല്ലോ. സിനിമയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് ഈ രൂപത്തിലുള്ള അധാർമികമായ പല മെസ്സേജുകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങൾ തേടിപ്പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ അതിക്രമത്തിന് വിധേയനായി, അതല്ലെങ്കിൽ ഞാൻ ലൈംഗിക ചൂഷണത്തിന് വിധേയമായി എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. കാരണം അവിടെ നിന്ന് അതേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാത്തത്. പ്രോത്സാഹിപ്പിക്കലല്ല, ഒരു മുസ്ലിമിനെ സമീപിക്കാൻ പറ്റാത്ത മേഖലയാണത്. അത്തരം അധാർമികമായ കുടുംബം തകർക്കുന്ന, സമൂഹത്തിന് തെറ്റായ മെസ്സേജ് നൽകുന്ന ഇത്തരം സംഗതികൾ അവിടെ നിന്ന് അതൊക്കെ തന്നെ പ്രതീക്ഷിക്കാനുള്ളൂ. ഖുർആൻ പറയാണ്, കൃത്യമായ നിലക്ക് വസ്ത്രധാരണം നടത്തിയാൽ അതിക്രമത്തിന് വിധേയമാകുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ പലരും അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇസ്ലാം നിർദ്ദേശിക്കുന്ന വസ്ത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പർദ്ദ ഭീകരതയുടെ സിംബലായി അവതരിപ്പിക്കുകയാണ്. കാരണം എന്താ? ആ മാന്യമായ വസ്ത്രത്തിലേക്ക് ലോകം തിരിഞ്ഞാൽ ഈ ചൂഷണപട നടക്കൂല. അതുകൊണ്ട് എന്നും കച്ചവട സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ ഈ നിലക്കുള്ള മാന്യമായ വസ്ത്രധാരണ ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പെണ്ണിൻ്റെ മഹത്വവും അവരുടെ സുരക്ഷിതത്വവും ലോകത്തോട് വിളിച്ചോതുന്ന ഇസ്ലാമിനെ പലപ്പോഴും പെൺവിരുദ്ധതയുടെ സിംബലായി അവതരിപ്പിക്കുകയാണ്. സത്യത്തിൽ അവിടെയാണ് പെണ്ണിന് സുരക്ഷിതത്വമുള്ളത്. ഇസ്ലാം ഓരോ നിയമങ്ങളും പറയുന്നത് നോക്കൂ നിങ്ങൾ. വലാ യഖ്ലുവന്ന റജുലുൻ ബി ഇംറഅത്തിൻ ഇല്ലാ മഅദി മഹ്റമിൻ, അതായത് വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളുടെ കൂടെയല്ലാതെ ഒരു പെണ്ണ് ഒഴിഞ്ഞിരിക്കരുത്, കൂടിക്കലരരുത്. അന്യപുരുഷന്മാരോട് ഒറ്റയ്ക്കിരിക്കുകയും അവരുമായി തനിച്ചാകുകയും കൂടിക്കലരുകയും ചെയ്യുമ്പോൾ അവിടെ തിന്മക്ക് സാധ്യതകൾ ഏറെയാണ്. ഉറപ്പല്ലേ അത്? പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഈ കാലത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് പലരും കളിയാക്കും. പക്ഷെ എന്താ ചെയ്യുന്നത്? ഈ സീമകളൊക്കെ ലംഘിച്ച് അന്യപുരുഷന്മാരുമായി ഈ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന പല സ്ത്രീകളും തനിച്ചാവുകയും കൂടിക്കലരുകയും കൊഞ്ചിക്കുഴയുകയും അതേപോലെ തന്നെ ഈ നിലക്ക് വൈകാരികത തൊട്ടുണർത്തുന്ന നിലക്കുള്ള സംസാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അതിനെ വിമർശിക്കുമ്പോഴോ, അതൊക്കെ കലയാണ്, നിങ്ങളെന്തിനാണ് അങ്ങനെ കാണുന്നത്, നിങ്ങളുടെ കണ്ണുകൾക്കാണ് കുഴപ്പം എന്നൊക്കെ പറയും. പക്ഷേ ഇസ്ലാം പറയാണ്, സ്ത്രീയും പുരുഷനും ആ അതിരുകൾ ലംഘിക്കുമ്പോൾ അവിടെ കുഴപ്പങ്ങളുണ്ടാകും.
അതല്ലേ കാണുന്നത്. ഇപ്പോൾ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നത് തന്നെ പലരും പറയുന്നത് എന്താ, ഈ അതിക്രമത്തിനുള്ള കാരണങ്ങൾ പലപ്പോഴും റൂമിൽ വെച്ചാണ് അതിക്രമങ്ങൾ നടക്കുന്നത്. അവിടെ ഒരു പെണ്ണ് പലപ്പോഴും ഒറ്റക്കാണ്, അവളുടെ കൂടെ വിവാഹബന്ധം നിഷിദ്ധമായ ആരുമില്ല, അതുകൊണ്ടാണ് അതിക്രമങ്ങൾ നടക്കുന്നത്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണിത്. അതേപോലെ തന്നെ ഇവിടെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിഇംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ. വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യരുത്. എന്തിനാണത് പറഞ്ഞത്? പെണ്ണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. 2017 നടി അതിക്രമത്തിന് വിധേയമായപ്പോൾ പല ആളുകളും സിനിമാ ലോകത്തുള്ളവർ എന്നെ പറഞ്ഞത് എന്താ, ഒറ്റയ്ക്ക് യാത്ര ചെയ്തതാണ് കുഴപ്പം. പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ആ കവാടത്തെ തന്നെ അടച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ മാന്യമായ നിലയ്ക്ക് സംസാരിക്കണം. ഖുർആൻ പറയുന്നു, ഫലാ തഖ്ളഅന ബിൽ ഖൗലി, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറളുൻ വഖുൽന ഖൗലൻ മഅറൂഫ. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ആശിച്ചു പോകും. അതുകൊണ്ട് മാന്യമായ നിലയ്ക്ക് സംസാരിക്കുന്ന പെണ്ണിനോട് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും ആരും പാലിക്കില്ല. സിനിമയിൽ ചെയ്യുന്നത് പോലെ തന്നെ, അവിടെ കാണുന്നത് പോലെ തന്നെ അപ്പുറത്തും ചെയ്യുന്നു അല്ലേ? കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്നു, അതിർവരമ്പുകൾ ലംഘിക്കുന്നു, എന്നിട്ട് പിന്നെ അതിക്രമത്തിന് വിധേയനായി, അതല്ലെങ്കിൽ ഞാൻ ചൂഷണത്തിന് വിധേയമായി, എന്നെ ലൈംഗികമായ ചൂഷണത്തിന് ഉപയോഗപ്പെടുത്തി എന്നൊന്നും പറയുന്നതിൽ പ്രസക്തിയില്ല. കാരണം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ മുഴുവനും കാറ്റിൽ പറത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്ത്രീകൾക്ക് സുരക്ഷിതത്വമാണ് നൽകിയത്, ആദരവാണ് നൽകിയത്. സ്ത്രീകൾക്ക് നൽകിയ ആദരവിനെയും മഹത്വത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ ദീർഘമായി പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ആ മേഖലയിലേക്ക് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരിൽ കുതിര കയറുന്ന സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ കണ്ണ് തുറന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്, ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനത്തിൻ്റെയും ലിംഗ അസമത്വത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും നാറുന്ന കഥകളാണ് ഇപ്പോൾ മീഡിയകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ലോകമേ നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.